ഗൈസ്, അപ്പം നമ്മൾ പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോയത്. അപ്പോൾ പോയ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ശൂരനാടാണ്. അപ്പോൾ ശൂരനാട് മുതൽ പത്തനംതിട്ട വരെ പോകാൻ എത്ര ദൂരമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ അത്രയും ദൂരം സഞ്ചരിച്ചാണ് നമ്മൾ ഈ ആശുപത്രി വരെ വന്നത്. പിന്നെ ഇവിടുന്ന് കുറേ പോയാൽ നമുക്ക് വീട് പിടിക്കാൻ പറ്റും. ഒത്തിരി പോകണം. നമ്മൾ 2 വീലറിലാണ് വന്നത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഈ വീഡിയോ കാണാൻ പറ്റും. നമുക്ക് കൂടുതൽ ഈ ശബരിമല പോകുന്ന വണ്ടികളൊക്കെ കാണാം. ഇഷ്ടം പോലെ വണ്ടികൾ. അങ്ങനെ കുറേ ആയിരുന്നു ഇരുന്ന് കുറേ ദൂരം സഞ്ചരിക്കണമല്ലോ ഇനി. അങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് ബോറടിച്ച് വായ നോക്കിയൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബ് ഇടാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുത്ത് ഇച്ചിരി സ്പീഡിലൊക്കെ ഇട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ദാഹിച്ചപ്പം നമ്മൾ കടയിൽ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കടയിൽ നമ്മൾ നിർത്താനായിട്ട് ഒരു കട നോക്കി പോവുകയാണ്. ഈ കടയിൽ കയറിയപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തതിനാൽ നമ്മൾ വേറൊരു കടയിലാണ് നമ്മൾ പോകുന്നത്. വേറെ കടയുടെ എല്ലാം സാന്നിധ്യം കുറവാണ്. അപ്പോൾ നമ്മൾ ഈ കട കയറി 3 ഷാർജയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഷാർജയൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ ആസ്വദിച്ചൊക്കെ കുടിക്കുവാണ്. നമ്മൾ 3 കട്ട്ലേറ്റ് നമ്മളിന്ന് ഓർഡർ ചെയ്തായിരുന്നു. ഞാനിങ്ങനെ ആസ്വദിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഷാർജയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചില്ലി കൂട്ടിൽ പലഹാരങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചത്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഫ്രൂട്ട്സ് മേടിക്കാൻ കയറി. ഞാൻ എടുത്തതിന് അര കിലോയ്ക്ക് 400 രൂപയാണ് കേട്ടോ. 400. അപ്പോൾ നമ്മൾ അതൊക്കെ അതുപോലെ അളവെടുത്ത് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വണ്ടി എടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ നല്ലപോലെ ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ വീട് പിടിക്കാനാണ്. രാത്രിയാണ്, നമുക്കിനി എങ്ങും നിൽക്കാനില്ല. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് വേണം, ഇനി ഒത്തിരി പരിപാടികളുണ്ട്. വീട്ടിൽ നേരെ ഇരുട്ടായതുകൊണ്ടാണ് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നത്. ഇരുട്ടായതുകൊണ്ടാകുന്നത് ഈ വണ്ടിയുടെയൊക്കെ വെട്ടം കണ്ടോ ഇങ്ങനെ മിന്നി നിൽക്കുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ വീട്ടിൽ എത്തിയപ്പോൾ ഇതാട്ടോ അവസ്ഥ. ഇങ്ങനെ കിടന്ന് ചാടുവാണ് നമ്മുടെ പൂപ്പി. അപ്പോൾ അത്രയുള്ളൂ. ചാച്ചാ.